നമസ്കാരം. ഈ ഒരു വീഡിയോയിൽ നാം കാണുന്നത് ഈയിടെ അന്തരിച്ച ISROയുടെ മുൻ ചെയർമാൻ ശ്രീ കെ കസ്തൂരിരംഗനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം? അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ എന്നാണ്. അദ്ദേഹം ജനിച്ചത് ഒക്ടോബർ 24, 1940 അദ്ദേഹം അന്തരിച്ചത് ഏപ്രിൽ 25, 2025. അപ്പൊ ഈ ഏപ്രിൽ 25, 2025 ഒന്ന് ഓർത്തു വയ്ക്കുക. അതേപോലെ അദ്ദേഹം ജനിച്ചത് ഒക്ടോബർ 24 UN ദിനമാണ്. അതുകൊണ്ട് ആ ഡേറ്റിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ഇദ്ദേഹം ISROയുടെ 5ാമത്തെ ചെയർമാനാണ്. കാലയളവ് ചോദിച്ചു കഴിഞ്ഞാൽ 1994 മുതൽ 2003 വരെ. അവിടെ നമ്മൾ പഠിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഇദ്ദേഹം ISROയുടെ ചെയർമാനാകുന്ന 2ാമത്തെ മലയാളിയാണ്. എന്നാൽ 1ാമത്തെ മലയാളി പ്രൊഫസർ MGK മേനോനാണ്. അടുത്ത് നമ്മൾ ഓർക്കേണ്ടുന്ന പോയിന്റ്, ഇദ്ദേഹം 2 പ്രോജക്റ്റുകളുടെ പ്രോജക്ട് ഡയറക്ടർ ആയിരുന്നു. പ്രധാനമായിട്ടും ഭാസ്കര 1, ഭാസ്കര 2 എന്നിവയുടെ പ്രോജക്ട് ഡയറക്ടർ ആയിരുന്നു ഇദ്ദേഹം. അതുപോലെ ഇൻസാറ്റ് 2, IRS-1A, IRS-1B ഈ 2 പ്രോജക്റ്റുകൾക്കും നേതൃത്വം നൽകിയ വ്യക്തി കൂടിയായിരുന്നു ഡോക്ടർ കെ കസ്തൂരിരംഗൻ. അതോടൊപ്പം ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങളായ PSLV, GSLV എന്നിവ വിജയകരമായി വിക്ഷേപിച്ചത് ഇദ്ദേഹം ISRO ചെയർമാനായിരുന്ന കാലത്താണ്. അതേപോലെ അദ്ദേഹത്തെ ഇന്ത്യൻ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു. 2003, 2009 കാലഘട്ടത്തിൽ അദ്ദേഹം രാജ്യസഭ അംഗമായിരുന്നു. അതുപോലെ പ്ലാനിംഗ് കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി കൂടിയാണ് ഡോക്ടർ കെ കസ്തൂരിരംഗൻ. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അധ്യക്ഷൻ കൂടിയായിരുന്നു ഇദ്ദേഹം. അതോടൊപ്പം പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റി ചോദിച്ചാലും ഡോക്ടർ കെ കസ്തൂരിരംഗൻ അധ്യക്ഷനായ കമ്മിറ്റിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇദ്ദേഹത്തെ കുറിച്ചുള്ള മറ്റ് വസ്തുതകൾ കൂടി വേണമെങ്കിൽ അത് കമന്റ് ചെയ്യുക. നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.